ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിലക്ക് വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജിയിലെ തുടർ നടപടി അവസാനിപ്പിച്ച് ഹൈക്കോടതി. കുട്ടിയെ പള്ളുരുത്തി സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന കുട്ടിയുടെ പിതാവിന്റെ മറുപടി അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതി എന്തായാലും ഈ വിഷയം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്? അതായത് ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടിയെ പഠിക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു DD ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 14 ഇറക്കിയ ഉത്തരവ്. ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് ആണ് ഹൈക്കോടതിയിൽ സ്കൂൾ മാനേജ്മെന്റ് ഹർജി നൽകിയത്. ആ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയെ പള്ളുരുത്തി സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന് കുട്ടിയുടെ പിതാവ് കക്ഷി ചേർന്നുകൊണ്ട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് കുട്ടിയെ ഇനി അവിടെ പഠിപ്പിക്കുന്നില്ല. കൂടാതെ ഈ ലത്തീൻ സഭകളുടെ മറ്റ് മാനേജ്മെന്റ് സ്കൂളിലൊക്കെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണ് പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ വകുപ്പും ഒരു മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഈ ശിരോവസ്ത്രം അനുവദിക്കാത്തതിന്റെ പേരിൽ കുട്ടിക്ക് ക്ലാസുകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നോട്ടീസ് DDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നോട്ടീസ് അധികാര പരിധി ലംഘിച്ചിട്ടില്ലെന്നും ഭരണഘടനാ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നോട്ടീസ് സ്കൂളിന് നൽകിയതെന്നുമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. പക്ഷേ ഇന്ന് ഈ ഹർജിയിൽ ഒരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം കൂടി സ്കൂൾ അധികൃതർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതായത് അന്നേ ദിവസം കുട്ടിയുമായിട്ട് എത്തിയ SDPI സംഘമാണ് ഈ പ്രശ്നം വഷളാക്കിയത്. നിരോധിത സംഘടനയായ PFIയുടെ രാഷ്ട്രീയ ഘടകമാണ് SDPI. ഒപ്പം തന്നെ SDPI ഈ പറയുന്ന PFIയുടെ നിരോധനത്തിന്റെ പശ്ചാത്തലം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമായിരുന്നു സമർപ്പിച്ചത്. അതുമാത്രമല്ല ഈ കുട്ടിയെ ഈ പറയുന്ന SDPI സംഘം വന്നതിന്റെ ദൃശ്യങ്ങളും പള്ളുരുത്തിയിലെ ഹിജാബ് വിലക്ക് ആ ഒരു വിഷയത്തിൽ തുടർ നടപടികൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.